ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു PSC സിംപ്ലിഫൈഡ്. ഇത് നമ്മുടെ 36ാമത്തെ ക്ലാസ് ആണ്. ഇതുവരെയുള്ള എല്ലാ ക്ലാസ്സുകളും നിങ്ങൾ ശ്രദ്ധയോടെ കണ്ടു തീർക്കുക. എല്ലാം നല്ല ചോദ്യങ്ങളാണ്. എല്ലാം നന്നായിട്ട് ഓർത്ത് വെക്കണം. ഇതിന് നോട്ട്സ് നിങ്ങൾക്ക് ടെലിഗ്രാം ചാനൽ അവൈലബിൾ ആണ്. അപ്പോൾ എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ്. അപ്പോൾ നമുക്ക് ക്ലാസ്സിലേക്ക് പോകാം. മേൽക്കൂര മഴവെള്ള ശേഖരണം നിയമം മൂലം നിർബന്ധമാക്കിയ ആദ്യ സംസ്ഥാനം തമിഴ്നാട്. മേൽക്കൂര മഴവെള്ള ശേഖരണം നിയമം മൂലം നിർബന്ധമാക്കിയ ആദ്യ സംസ്ഥാനം തമിഴ്നാട്. ചിപ്കോ പ്രസ്ഥാനം എന്തിനു വേണ്ടിയുള്ളതായിരുന്നു? വനനശീകരണം തടയുന്നതിന്. ചിപ്കോ പ്രസ്ഥാനം എന്തിനു വേണ്ടിയുള്ളതായിരുന്നു? വനനശീകരണം തടയുന്നതിന്. വൃക്ഷങ്ങളെ കെട്ടിപ്പിടിച്ച് സംരക്ഷിക്കുക എന്ന ഒരു രീതിയും ഈ ഒരു പ്രസ്ഥാനത്തിനുണ്ടായിരുന്നു. ഇന്ത്യൻ നവോത്ഥാനത്തിന്റെ പിതാവ് ആര്? രാജാറാം മോഹൻ റോയ്. ഇന്ത്യൻ നവോത്ഥാനത്തിന്റെ പിതാവ് രാജാറാം മോഹൻ റോയ്. ഇന്ത്യയിൽ ഡെൻമാർക്കുകാർ ആധിപത്യം സ്ഥാപിച്ചിരുന്ന സ്ഥലം ട്രാൻകിബാർ. ഇന്ത്യയിൽ ഡെൻമാർക്കുകാർ ആധിപത്യം സ്ഥാപിച്ചിരുന്ന സ്ഥലം ട്രാൻകിബാർ. വിവരാവകാശ പ്രസ്ഥാനത്തിന് നേതൃത്വം നൽകിയ സംഘടന ഏത്? മസ്ദൂർ കിസാൻ ശക്തി സംഘടൻ. വിവരാവകാശ പ്രസ്ഥാനത്തിന് നേതൃത്വം നൽകിയ സംഘടന ഏതാണ്? മസ്ദൂർ കിസാൻ ശക്തി സംഘടൻ. തേഭാഗാസ് കർഷക സമരം നടന്നത് എവിടെയാണ്? ബംഗാൾ. തേഭാഗ കർഷക സമരം നടന്നത് എവിടെയാണ്? ബംഗാളിൽ. 16ാമത് ബ്രിക്സ് ഉച്ചകോടി നടന്ന സ്ഥലമാണ് കസാൻ, റഷ്യ. 16ാമത് ബ്രിക്സ് ഉച്ചകോടി 2024 2024 എഴുത്തച്ഛൻ പുരസ്കാരം ലഭിച്ചത് ആർക്ക്? NS മാധവൻ. 2024 എഴുത്തച്ഛൻ പുരസ്കാരം ലഭിച്ചത് ആർക്കാണ്? NS മാധവൻ. 2024 കേരള ജ്യോതി പുരസ്കാരം ലഭിച്ചത് ആർക്ക്? MK സാനു. 2024 കേരള ജ്യോതി പുരസ്കാരം ലഭിച്ചത് ആർക്കാണ്? MK സാനു. 2024 കേരള പ്രഭ പുരസ്കാരത്തിന് അർഹനായ ശാസ്ത്രജ്ഞൻ ആരാണ്? S സോമനാഥ്. 2024 കേരള പ്രഭ പുരസ്കാരത്തിന് അർഹനായ ശാസ്ത്രജ്ഞൻ S സോമനാഥ്. 2024 വയനാട് ലോക്സഭാ മണ്ഡലത്തിനൊപ്പം ഉപതിരഞ്ഞെടുപ്പ് നടന്ന നിയമസഭാ മണ്ഡലങ്ങൾ ഏതൊക്കെയാണ്? ചേലക്കര. 2024 വയനാട് ലോക്സഭാ മണ്ഡലത്തിനൊപ്പം ഉപതിരഞ്ഞെടുപ്പ് നടന്ന നിയമസഭാ മണ്ഡലമാണ് ചേലക്കര, പാലക്കാട്. ISRO സ്ഥാപിക്കപ്പെട്ട വർഷം 1969 ഓഗസ്റ്റ് 15. ISRO സ്ഥാപിക്കപ്പെട്ട വർഷം 1969 ഓഗസ്റ്റ് 15. ISROയുടെ ആദ്യ ചെയർമാൻ ആരായിരുന്നു? വിക്രം സാരാഭായ്. ISROയുടെ ആദ്യ ചെയർമാൻ ആരായിരുന്നു? വിക്രം സാരാഭായ്. വിക്രം സാരാഭായ് സ്പേസ് സെന്റർ സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? തിരുവനന്തപുരം. വിക്രം സാരാഭായ് സ്പേസ് സെന്റർ സ്ഥിതി ചെയ്യുന്നത് എവിടെ? തിരുവനന്തപുരം. ക്രിസ്റ്റലൈൻ ശിലകൾ പൊടിഞ്ഞുണ്ടാകുന്ന മണ്ണിനം ആണ്? ചുവപ്പ് മണ്ണ്. ക്രിസ്റ്റലൈൻ ശിലകൾ പൊടിഞ്ഞുണ്ടാകുന്ന മണ്ണിനം ചുവപ്പ് മണ്ണ്. ജൈവ വൈവിധ്യം ബയോഡൈവേഴ്സിറ്റി എന്ന പദം ആദ്യമായി ഉപയോഗിച്ചത് ആരാണ്? വാൾട്ടർ ജി റോസൻ. ജൈവ വൈവിധ്യം എന്ന പദം ആദ്യമായി ഉപയോഗിച്ചത് വാൾട്ടർ ജി റോസൻ. നവജാത ശിശുവിനും അമ്മയ്ക്കും ഇടയിൽ പോഷക വിനിമയത്തിന് സഹായിക്കുന്ന ഭാഗം പ്ലാസന്റ. നവജാത ശിശുവിനും അമ്മയ്ക്കും ഇടയിൽ പോഷക വിനിമയത്തിന് സഹായിക്കുന്ന ഭാഗമാണ് പ്ലാസന്റ. വൃക്കയിലേക്ക് രക്തം എത്തിക്കുന്ന രക്തക്കുഴൽ ഏത്? റീനൽ ആർട്ടറി. വൃക്ക ധമനി. വൃക്കയിലേക്ക് രക്തം എത്തിക്കുന്ന രക്തക്കുഴലാണ് റീനൽ ആർട്ടറി. കണ്ണിനുള്ളിലെ മർദ്ദം കൂടുന്ന അവസ്ഥ ഏതാണ്? ഗ്ലോക്കോമ. കണ്ണിനുള്ളിലെ മർദ്ദം കൂടുന്ന അവസ്ഥ ഏതാണ്? ഗ്ലോക്കോമ.
നൈട്രജൻ അടങ്ങിയിട്ടില്ലാത്ത ഏകകോശ ജീവികളുടെ വിഭാഗം ഏതാണ്? മൊനീറ. നൈട്രജൻ അടങ്ങിയിട്ടില്ലാത്ത ഏകകോശ ജീവികളുടെ വിഭാഗം മൊനീറ. അമിത വളർച്ചയ്ക്ക് അഥവാ ഭീമാകാരത്വത്തിന് കാരണമാകുന്ന ഹോർമോൺ സൊമാറ്റോട്രോപിൻ. അമിത വളർച്ചയ്ക്ക് കാരണമാകുന്ന ഹോർമോൺ സൊമാറ്റോട്രോപിൻ. ജനറേറ്ററിൽ നടക്കുന്ന ഊർജ പരിവർത്തനം എപ്രകാരമാണ്? യാന്ത്രികോർജം വൈദ്യുതോർജമായി മാറുകയാണ് ചെയ്യുന്നത്. ജനറേറ്ററിൽ നടക്കുന്നത് എന്താണ്? യാന്ത്രികോർജം വൈദ്യുതോർജമാകുന്നു. ന്യൂക്ലിയർ റിയാക്ടറിൽ ഉപയോഗിക്കുന്ന ഇന്ധനം സമ്പുഷ്ട യുറേനിയം. ന്യൂക്ലിയർ റിയാക്ടറിൽ ഉപയോഗിക്കുന്ന ഇന്ധനം ഏതാണ്? സമ്പുഷ്ട യുറേനിയം. അന്തരീക്ഷ മർദ്ദം അളക്കുന്ന ഉപകരണം ബാരോമീറ്റർ. അന്തരീക്ഷ മർദ്ദം അളക്കുന്ന ഉപകരണം ബാരോമീറ്റർ. ആറ്റത്തിലെ ന്യൂട്രോൺ കണ്ടെത്തിയത് ആരാണ്? ജെയിംസ് ചാഡ്വിക്ക്. ആറ്റത്തിലെ ന്യൂട്രോൺ കണ്ടെത്തിയത് ജെയിംസ് ചാഡ്വിക്ക്. പ്രകൃതിദത്ത റബ്ബറിന്റെ മോണോമർ ഏതാണ്? ഐസോപ്രീൻ. പ്രകൃതിദത്ത റബ്ബറിന്റെ മോണോമർ ഐസോപ്രീൻ. ലീച്ചിങ് എന്ന സാന്ദ്രണ രീതി ഉപയോഗിക്കുന്നത് ഏത് ലോഹത്തിന്റെ അയിരിനാണ്? ബോക്സൈറ്റ്, അലൂമിനിയം. ലീച്ചിങ് എന്ന സാന്ദ്രണ രീതി ഉപയോഗിക്കുന്നത് അലൂമിനിയത്തിലാണ്, ബോക്സൈറ്റ്. ഒരേ അറ്റോമിക നമ്പറും വ്യത്യസ്ത മാസ് നമ്പറുമുള്ള ആറ്റങ്ങൾ എങ്ങനെ അറിയപ്പെടുന്നു? ഐസോടോപ്പുകൾ. ഒരേ അറ്റോമിക നമ്പറും വ്യത്യസ്ത മാസ് നമ്പറുമുള്ള ആറ്റങ്ങൾ ഐസോടോപ്പുകൾ എന്നറിയപ്പെടുന്നു. 2024 സാഹിത്യത്തിനുള്ള നൊബേൽ സമ്മാനം ലഭിച്ചത് ആർക്കാണ്? ഹാൻകാങ്. 2024 സാഹിത്യത്തിനുള്ള നൊബേൽ സമ്മാനം ലഭിച്ചത് ഹാൻകാങ്ങിനാണ്. ഹാൻകാങ് ഏത് രാജ്യക്കാരിയാണ്? ദക്ഷിണ കൊറിയ. ഹാൻകാങ് ദക്ഷിണ കൊറിയക്കാരിയാണ്. ഹാൻകാങ്ങിന് മാൻ ബുക്കർ പുരസ്കാരം നേടിക്കൊടുത്ത നോവൽ ഏതാണ്? ദി വെജിറ്റേറിയൻ. ഹാൻകാങ്ങിന് മാൻ ബുക്കർ പുരസ്കാരം നേടിക്കൊടുത്ത നോവൽ ദി വെജിറ്റേറിയൻ. ബ്രിക്സ് രൂപം കൊണ്ട വർഷം 2009. ബ്രിക്സ് രൂപം കൊണ്ട വർഷം 2009. അൽ അമീൻ പത്രം സ്ഥാപിച്ചത് ആര്? മുഹമ്മദ് അബ്ദുറഹിമാൻ സാഹിബ്. അൽ അമീൻ പത്രം സ്ഥാപിച്ചത് മുഹമ്മദ് അബ്ദുറഹിമാൻ സാഹിബ്. കൊച്ചി മെട്രോ ഉദ്ഘാടനം ചെയ്യപ്പെട്ട വർഷം 2017 ജൂൺ 17. കൊച്ചി മെട്രോ ഉദ്ഘാടനം ചെയ്യപ്പെട്ട വർഷം 2017 ജൂൺ 17. ഇലക്ട്രോൺ കണ്ടെത്തിയത് ആരാണ്? ജെ തോംസൺ. ഇലക്ട്രോൺ കണ്ടെത്തിയത് ജെ തോംസൺ. ഗുരുവായൂർ സത്യാഗ്രഹം നടന്ന വർഷം ഏതാണ്? 1931. ഗുരുവായൂർ സത്യാഗ്രഹം നടന്ന വർഷം 1931. ഗാന്ധിജി ഇന്ത്യയിൽ നേതൃത്വപരമായ പങ്കുവഹിച്ച ആദ്യത്തെ സമരം ഏതാണ്? ചമ്പാരൻ സത്യാഗ്രഹം. ഗാന്ധിജി ഇന്ത്യയിൽ നേതൃത്വപരമായ പങ്കുവഹിച്ച ആദ്യത്തെ സമരം ചമ്പാരൻ സത്യാഗ്രഹം. ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊലയ്ക്ക് കാരണമായ നിയമം ഏതാണ്? റൗലറ്റ് നിയമം. ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊലയ്ക്ക് കാരണമായ നിയമം ഏതാണ്? റൗലറ്റ് നിയമം. കേരള കലാമണ്ഡലത്തിന്റെ സ്ഥാപനവുമായി ബന്ധപ്പെട്ട വ്യക്തി ആരാണ്? വള്ളത്തോൾ നാരായണ മേനോൻ. കേരള കലാമണ്ഡലത്തിന്റെ സ്ഥാപനവുമായി ബന്ധപ്പെട്ട വ്യക്തി അല്ലെങ്കിൽ കവി എന്നൊക്കെ ചോദിച്ചാൽ എന്ത് എഴുതണം? വള്ളത്തോൾ നാരായണ മേനോൻ. ദി ട്രാൻസ്ഫർ ഓഫ് പവർ ഇൻ ഇന്ത്യ എന്ന വിഖ്യാത ഗ്രന്ഥത്തിന്റെ കർത്താവ് ആരാണ്? VP മേനോൻ. ദി ട്രാൻസ്ഫർ ഓഫ് പവർ ഇൻ ഇന്ത്യ എന്ന വിഖ്യാത ഗ്രന്ഥത്തിന്റെ കർത്താവ് VP മേനോൻ. സെന്റർ ഫോർ കൾച്ചറൽ റിസോഴ്സസ് ആൻഡ് ട്രെയിനിങ്ങിന്റെ ആസ്ഥാനം എവിടെയാണ്? ന്യൂഡൽഹി. സെന്റർ ഫോർ കൾച്ചറൽ റിസോഴ്സസ് ആൻഡ് ട്രെയിനിങ്ങിന്റെ ആസ്ഥാനം എവിടെയാണ്? ന്യൂഡൽഹിയിൽ.
ഇന്ത്യയിൽ 10+2+3 വിദ്യാഭ്യാസ മാതൃക ശുപാർശ ചെയ്ത കമ്മീഷൻ ഏതാണ്? കോത്താരി കമ്മീഷൻ. ഇന്ത്യയിൽ 10+2+3 എന്ന വിദ്യാഭ്യാസ മാതൃക ശുപാർശ ചെയ്ത കമ്മീഷൻ ഏതാണ്? കോത്താരി കമ്മീഷൻ. ലോക ഫുട്ബോൾ ദിനമായി ആചരിക്കുന്നത് എന്നാണ്? മെയ് 25. ലോക ഫുട്ബോൾ ദിനമായി ആചരിക്കുന്നത് മെയ് 25. 2024 ONV സാഹിത്യ പുരസ്കാരത്തിന് അർഹനായ വ്യക്തി ആര്? പ്രതിഭ റായ്. 2024 ONV സാഹിത്യ പുരസ്കാരത്തിന് അർഹനായ വ്യക്തി ആരാണ്? പ്രതിഭ റായ്. ലോകത്തിലെ ഏറ്റവും ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന യുദ്ധഭൂമി ഏതാണ്? സിയാച്ചിൻ. ലോകത്തിലെ ഏറ്റവും ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന യുദ്ധഭൂമി ഏതാണ്? സിയാച്ചിൻ. വംശനാശ ഭീഷണി നേരിടുന്ന ചാമ്പൽ മലയണ്ണാൻ, നക്ഷത്ര ആമകൾ എന്നിവയുടെ വാസസ്ഥലമായ കേരളത്തിലെ വന്യജീവി സങ്കേതം ഏതാണ്? ചിന്നാർ വന്യജീവി സങ്കേതം. വംശനാശ ഭീഷണി നേരിടുന്ന ചാമ്പൽ മലയണ്ണാൻ, നക്ഷത്ര ആമകൾ എന്നിവയുടെ വാസസ്ഥലമായ കേരളത്തിലെ വന്യജീവി സങ്കേതം ഏതാണ്? ചിന്നാർ വന്യജീവി സങ്കേതം. പഞ്ചായത്ത് ഗ്രാമസഭയുടെ കൺവീനർ ആരാണ്? വാർഡ് മെമ്പർ. പഞ്ചായത്ത് ഗ്രാമസഭയുടെ കൺവീനർ ആരാണ്? വാർഡ് മെമ്പർ. പ്രഥമ കേരള സ്കൂൾ ഒളിമ്പിക്സിന് വേദിയായ ജില്ല ഏതാണ്? എറണാകുളം. പ്രഥമ കേരള സ്കൂൾ ഒളിമ്പിക്സിന് വേദിയായ ജില്ല ഏതാണ്? എറണാകുളം. കർഷകർക്കുള്ള സേവനങ്ങൾ ഒരു പോർട്ടലിൽ ലഭ്യമാക്കുന്ന കേരള സർക്കാരിന്റെ സംയോജിത ആപ്പ് ഏതാണ്? കതിർ ആപ്പ്. കർഷകർക്കുള്ള സേവനങ്ങൾ ഒരു പോർട്ടലിൽ ലഭ്യമാക്കുന്ന കേരള സർക്കാരിന്റെ സംയോജിത ആപ്പ് ഏതാണ്? കതിർ ആപ്പ്. നിലവിലെ കേന്ദ്ര പഞ്ചായത്തി രാജ് മന്ത്രി ആര്? രാജീവ് രഞ്ജൻ സിംഗ്, ലാലൻ സിംഗ്. നിലവിലെ കേന്ദ്ര പഞ്ചായത്തി രാജ് മന്ത്രി ആര്? രാജീവ് രഞ്ജൻ സിംഗ്. 2024 പാരീസ് ഒളിമ്പിക്സിൽ നീരജ് ചോപ്ര വെള്ളി മെഡൽ നേടിയ ജാവലിൻ ത്രോ ദൂരം എത്രയാണ്? 89.45 മീറ്റർ. 2024 പാരീസ് ഒളിമ്പിക്സിൽ നീരജ് ചോപ്ര വെള്ളി മെഡൽ നേടിയ ജാവലിൻ ത്രോ ദൂരം എത്രയാണ്? 89.45 മീറ്റർ. ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ എത്രയാണ് ഇന്നത്തെ ക്ലാസ്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഉപകാരപ്പെടുന്ന ആളുകളിലേക്ക് നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കുക. ഓക്കെ, അടുത്ത ക്ലാസ് നാളെ അപ്ലോഡ് ചെയ്യും. അതുവരേക്കും ബൈ ഫ്രണ്ട്സ്.